ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം. ലെറ്റ്സ് ടേൺ അവർ ബൈബിൾ. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എടുത്ത് യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 1 മുതൽ 23 വാക്യങ്ങളാണ്. അത് വളരെ ലോങ് ഒരു പോർഷൻ ആയതുകൊണ്ട് ആദ്യത്തെ ഫ്യൂ വേർഡ്സ് നമുക്ക് വായിക്കാം. രണ്ടാമത് റോമൻസ് ചാപ്റ്റർ 21 വേഴ്സ് 21 നമുക്ക് എടുത്തു വയ്ക്കാം, അതും വായിക്കണം. ഇതൊരു വളരെ ശക്തമായ ദൈവാലോചന ഇന്നലെ ദൈവസന്നിധിയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൈവാലോചനയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ ആലോചനകളാണ് കേൾക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമ്യ ചാപ്റ്റർ 18 വേഴ്സ് 1 to 23 വായിക്കുമ്പോൾ അതിൻ്റെ beginning verses, let me read it you in English, then someone can help me to read in Malayalam too. The word that came to Jeremiah from the Lord, arise and go down to the potter's house, and there I will let you hear my words. So I went down to the potter's house, and there he was working at his wheel, and the vessel he was making of clay was spoiled in the hand, in potter's hand, and he reworked it into another vessel as it seemed good to be potter to do. Praise the Lord. മലയാളത്തിൽ വായിച്ചാട്ട്. Praise the Lord. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മതി. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം, അതിൻ്റെ ഞാൻ പറഞ്ഞ വാക്യം എടുത്തായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Has the potter no right over the clay to make out of the same gem on one vessel for honorable use, the another for dishonorable use? മലയാളത്തിൽ വായിച്ച്. കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. സർവശക്തനെ ഞങ്ങളുടെ പാറപ്പെടുത്ത് സമർപ്പിക്കുന്നു, വചനമുമ്പാകെ ഏൽപ്പിക്കുന്നു. സ്വർഗം ഇടപെടണമേ, ഞങ്ങളുടെ വചനം സംസാരിപ്പാൻ കൃപ തരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Here we can see that the potter's house. For the time's sake, I just wanted to give the points. The potter represents our God Almighty. Praise the Lord. Hallelujah. The clay represents human being, the entire human being. And the potter's wheel represent the life cycle, like a life cycle is running around like a roller coaster. Praise the Lord. And the next one is potter's wheel represents, I told you, and the shape and the use. അതാണ് എന്നെ വളരെ ശക്തമായി ചിന്തിപ്പിച്ചത്. സ്തോത്രം. Every pot is having a shape, and every pot created by a potter is having a specific use. Praise the Lord. Hallelujah. ഇതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും വളരെ സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. സ്തോത്രം. Here we read the chapter 18, Jeremiah. That background is you maybe know from the Sunday school or some teaching or preaching of the word of God, you may already know. But the background is talking about Israel, and God spoke to the prophet Jeremiah
go to the potter's house. And the potter is making a vessel on the wheel. And you watch it. And while he was making, on the process of making, ഹല്ലേലൂയ, കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന ആ ക്ലേ അല്ലെങ്കിൽ ആ മണ്ണ്, ഹല്ലേലൂയ, ചെളിമണ്ണ്, ഹല്ലേലൂയ, വെള്ളവുമായിട്ട് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതായ ഒരു മാവ് പോലെ കുഴച്ചിരിക്കുന്നതായ ആ മണ്ണ് കുശവന്റേതായ കയ്യിൽ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അത് ചീത്തയായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു ഷേപ്പ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ let me tell you the spiritual meaning. Hallelujah. God called Israel out of bondage. Praise the Lord. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. God provided the manna. God provided the water. God opened the Red Sea. God, hallelujah, put them into the promised land. Hallelujah. എല്ലാം ദൈവം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന ആ മണ്ണ്, ഹല്ലേലൂയ, കയ്യിൽ ഇരുന്നപ്പോൾ ചീത്തയായി പോയി എന്നുള്ള ആ വാക്യം, ഹല്ലേലൂയ, ജെറമ്യാവ് കണ്ടുകൊണ്ട് എഴുതുന്ന വാക്യമാണ്. ഹല്ലേലൂയ. എന്താണ് കണ്ടത്? വലിയവനാകുന്ന ദൈവം ഇസ്രായേലിനെ മെരുക്കി. ഹല്ലേലൂയ. ദൈവം അവർക്ക് ആത്മീയ നന്മ, ഭൗമിക നന്മ ഓർത്തു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. Israel, the entire Israel came out from the bondage. Hallelujah. They were, hallelujah, going through the wilderness, and the fiery pillar was in front of them. Hallelujah. The cloudy pillar on the top of them. Praise the Lord. അവർക്ക് ചുറ്റുള്ളി ഉണ്ടായിരുന്നു, ചീരുള്ളി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അടിമത്തത്തിൽ കിടന്ന സമയത്ത് അവർക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് പിറുപിറുത്ത സമയത്ത് they were murmuring. Praise the Lord. But God opened the rock and gave the water. Hallelujah. God gave the manna every morning. Praise the Lord. ഇതെല്ലാം ദൈവം കൊടുത്ത് നടത്തിയെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ചുറ്റുമുള്ള ജാതികളെ കണ്ട്, ചുറ്റുമുള്ള ആളുകളെ കണ്ട്, ചുറ്റുമുള്ള, ഹല്ലേലൂയ, വിഗ്രഹാരാധനകളെ കണ്ട്, ചുറ്റുമുള്ളതായ, ഹല്ലേലൂയ, പേക്കൂത്തുകൾ കണ്ട്, ദൈവം കൊടുത്തതെല്ലാം മറന്ന്, ദൈവം വിടുവിച്ചതെല്ലാം മറന്ന്, ചാട്ടവാറിന്റെ അടിയിൽ നിന്ന്, ഹല്ലേലൂയ, ടോർച്ചർ day by day, day and night, hallelujah, while they were in the bondage, hallelujah, one after another, അവർക്കെല്ലാ പ്രതികൂലങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് പ്രാണൻ പോലും നഷ്ടപ്പെടാമായിരുന്നു, കുടുംബം നഷ്ടപ്പെടാമായിരുന്നു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാതൊരു നിവൃത്തിയുമില്ലാതെ അടിമത്തത്തിൽ കിടന്നതായ ജനത്തെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ച, ഹല്ലേലൂയ, അന്നന്നത്തെ ആഹാരം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, ഹല്ലേലൂയ, നന്മ നൽകി. ഹല്ലേലൂയ. ആത്മീയർത്ഥം ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ദൈവത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ ജനം, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു, ഹല്ലേലൂയ, കുശവൻ, ഹല്ലേലൂയ, കണിമണ്ണുകൊണ്ട് അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായ സമയത്ത് നിന്നെ ഷേപ്പ് ചെയ്ത്, നിന്റെ കുടുംബജീവിതം ഷേപ്പ് ചെയ്ത്, നിന്റെ തലമുറയെ ഷേപ്പ് ചെയ്ത്, എല്ലാ ദിവസവും പ്രാർത്ഥന കൊണ്ടിരിക്കണം. നിന്റെ ജോലിയെ ഷേപ്പ് ചെയ്ത്, നിന്റെ ബിസിനസിനെ ഷേപ്പ് ചെയ്ത്, ഹല്ലേലൂയ, നിന്റെ ആത്മീയതയെ, നിന്റെ നല്ല ക്യാരക്ടറിനെ ഒക്കെ സ്വർഗത്തിലെ ദൈവം ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, when God is shaping, hallelujah, a vessel in his way, by his hand, praise the Lord, it got smashed up. Hallelujah. It got messed up. Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. സഭയിൽ ചിലർ വരും, സഭയിൽ നിന്ന് ചിലർ പോകും. ഹല്ലേലൂയ. ചിലർ പ്രാർത്ഥിക്കും, ചിലർ ഉപവസിക്കും, ചില ദൈവത്തോട് അടുക്കും, ചില ദൈവത്തിൽ നിന്ന് അകലും. ഹല്ലേലൂയ. ഇതെല്ലാം ഈ പ്രോസസ്സിങ്ങിനകത്തുള്ളതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളും ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കയ്യിലിരിക്കുമ്പോൾ ചീത്തയായി പോയ ജനം, ഹല്ലേലൂയ, എപ്പോഴും ഓർക്കണം, ഒരു വാണിംഗ് ആയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 28 ലക്ഷത്തിൽ പരം, more than 28,000 people came out from the bondage. Hallelujah. Hallelujah. They enjoyed every provisions from the Lord. ദൈവത്തിൽ നിന്നെല്ലാം കിട്ടി. Hallelujah. But hallelujah, ഒരു യോശുവയും ഒരു കാലേബും മാത്രമേ, ഹല്ലേലൂയ, ദൈവം വാഗ്ദത്തമായി നൽകിയ കനാനിൽ ചെന്നുപെട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബാക്കി എല്ലാവരും ഒന്നും രണ്ടും പേരല്ല, 28 ലക്ഷത്തിൽ പരം ആളുകളാണ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെപ്പോഴും വളരെ സീരിയസ് ആയിട്ട് take it very seriously spirituality, the spiritual growth. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാനൊരു മെസ്സേജ് കേട്ടു. ഹല്ലേലൂയ. ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത് വളരെ എനിക്ക് ഹല്ലേലൂയ സന്തോഷമായിട്ട് തോന്നി. അദ്ദേഹം പറയുകയായിരുന്നു ഹല്ലേലൂയ രാവിലെ എല്ലാവരും വെച്ച് എഴുന്നേൽക്കാൻ എനിക്കെന്നാ വട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Am I crazy to hallelujah wake up Sunday morning? Praise the Lord. Am I crazy to put the suit and tie in the morning? Hallelujah. Am I crazy to skip the breakfast or fast and pray and hallelujah sitting in the presence of God hours and hours and pray? Hallelujah. Am I crazy? Praise the Lord. Hallelujah. അദ്ദേഹം പറയുന്നതെന്നറിയാമോ? ഹല്ലേലൂയ ഞാനൊരു പാസ്റ്ററായിട്ട് ഇരിക്കുന്നത് ഹല്ലേലൂയ എനിക്ക് വിഷമമില്ലയോ? ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ് I am hallelujah trying my best. എൻ്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഒരുക്കി അവർക്ക് ഹല്ലേലൂയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഹല്ലേലൂയ റെഡിയാക്കി പ്രൈസ് ദി ലോർഡ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഓടി പിടിച്ച് ഹല്ലേലൂയ ചർച്ചിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. He was beating down his flesh. ഹല്ലേലൂയ തൻ്റെ ജഡത്തെ ഹല്ലേലൂയ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് പ്രൈസ് ദി ലോർഡ് അല്പം കൂടെ ഉറങ്ങാമായിരുന്നു, അല്പം കൂടെ റിലാക്സ് ആകാമായിരുന്നു, അല്പം കൂടെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മൾ അനുദിനം നമ്മുടെ ജഡത്തെ ഹല്ലേലൂയ ക്രൂശിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച you have to give yourself completely at the presence of God. Hallelujah. Make an effort. Come and read the word of God. Make an effort. Come and stand and reading the Psalms like our Sergeant Pastor was doing. Come and effort. Hallelujah. Sing a song. Come and effort and praise God and worship the Lord. Hallelujah. അങ്ങനെയാകുമ്പോഴാണ് when you are doing that അപ്പോഴാണ് നമ്മൾ ജഡത്തെ ഹല്ലേലൂയ ഇല്ലാതെയാക്കുന്നത്, ആത്മീക മനുഷ്യനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. Praise the Lord. We don't have any other remedy in this spirituality. Praise the Lord. ഇപ്പം ഹല്ലേലൂയ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യത്തിനാണെങ്കിലും ഹല്ലേലൂയ ഡയറ്റ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും എല്ലാം സ്തോത്രം എല്ലാത്തിനും ഇപ്പം ഹല്ലേലൂയ ഇഞ്ചക്ഷൻ ഉണ്ട്. Praise the Lord. Hallelujah. The needles and medication you can buy from the market and you can take a shot and hallelujah is immediately അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കള് ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ ആത്മീക കാര്യത്തിന് അങ്ങനെ ഒരു ഹല്ലേലൂയ ഷോർട്ട് കട്ട് ഒന്നുമില്ല കേട്ടോ. നന്നാ രാവിലെ എഴുന്നേൽക്കണം, ഹല്ലേലൂയ ദൈവത്തിൽ ഇരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ പോട്ടർ ഹല്ലേലൂയ ആ കുശവൻ the potter hallelujah is shaping a hallelujah vessel in you. Praise the Lord. നിന്റെ ജീവിതം ഏത് തരത്തിലുള്ള ഒരു പാത്രമാക്കണമെന്ന്, നിന്റെ കുടുംബം ഏത് തരത്തിലുള്ള ഒരു പാത്രമാക്കണമെന്ന് അടകജരാരക്ഷുലജാരകടന്തലവേരി നിന്റെ തലമുറ ഏത് തരത്തിലുള്ള ഒരു പാത്രമാക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം God is preparing. Hallelujah. God is hallelujah molding and God is shaping. God is hallelujah turning that wheel around. Praise the Lord. Hallelujah. അത് ഓരോ സാഹചര്യത്തിലും ഓരോ പ്രശ്നങ്ങളിലും ഓരോ രോഗങ്ങളിലും hallelujah വീലിന്റെ സൈക്കിളാണ്. Praise the Lord. Hallelujah. The potter's house, there is a wheel. That wheel represents your life. Hallelujah. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, ടെസ്റ്റ് വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, കീമോതെറാപ്പി വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ, അനർത്ഥങ്ങൾ വരുമ്പോൾ, hallelujah, this life cycle is running around and running around and running around. Make sure hallelujah your body, make sure your mind, make sure hallelujah your life inside the hand of the potter. Hallelujah. He is the one is shaping you, he is the one is molding you, he is the one hallelujah making you big or small. Hallelujah. That is up to him. അതാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അത് ഹല്ലേലൂയ ഓണറബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഡിസോണറബിൾ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. I don't have much time to explain. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ എങ്ങനെയെല്ലാം ഷേപ്പ് ചെയ്യാമോ അതുപോലെല്ലാം God was shaping the entire Israel. Hallelujah. God was promising, God was providing everything what he can. Praise the Lord. He was giving everything.
but the entire, hallelujah, people, they were murmuring against God. They were going away from God. They were, hallelujah, mingled with all the Gentiles, hallelujah, Hivites, Hittites, hallelujah, Philistines. They were, hallelujah, going against the will of God, against the word of God. Hallelujah. Finally, hallelujah, Joshua and Caleb, hallelujah, they were standing, and Joshua പറയാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Praise the Lord. ദൈവസഭയെ അല്ല ക്രിസ്ത്യൻ ചർച്ചുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ സ്നേഹത്തോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ലോകം തലകുത്തി പറഞ്ഞാലും, ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവര് എന്തെല്ലാം, ഹല്ലേലൂയ, പേക്കുത്തുകൾ കാണിച്ചാലും, ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബമോ, ഹല്ലേലൂയ, I will, hallelujah, myself and my family, my life, hallelujah, belongs to the Lord. Hallelujah, I am serving him. I will worship him. I will adore him. Hallelujah, ഞാൻ നീന്തിയിട്ടാണെങ്കിലും, hallelujah, എൻ്റെ സഭയിൽ എനിക്ക് കടന്നു വരും. hallelujah, ഞാൻ മുട്ടിന്മേലാണെങ്കിലും എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിച്ച് പറ്റൂ എന്നുള്ള സമർപ്പണം ദൈവത്തിൽ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ ബദലേ നീ ഒരിക്കലും, hallelujah, ലജ്ജിക്കേണ്ടി വരത്തില്ല. You never going to be embarrassed. Your children are never going to be embarrassed because God's promise is always there. ദൈവം നിന്നെ ഷേപ്പ് ചെയ്തു, നിന്റെ കുടുംബത്തെ ഷേപ്പ് ചെയ്തു, നിന്റെ തലമുറയെ ഷേപ്പ് ചെയ്തു, ദൈവത്തിന്റെ സഭയെ ഷേപ്പ് ചെയ്തു, ദൈവത്തിന് ഉപയോഗമുള്ള, ഹല്ലേലൂയ, പാത്രമാക്കി ദൈവം മാറ്റുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. Let me move on. Praise God. The shape and the use. Hallelujah. Honorable and dishonorable. Hallelujah. 9-ാം അധ്യായം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. അതിന് 21-ാമത്തെ വാക്യം ഒന്നുകൊണ്ട് മലയാളത്തിൽ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കുശവന് അതേ കളിമണ്ണുകൊണ്ട് മാനപാത്രമായിട്ടും അപമാനത്തിന്റെ പാത്രമായിട്ടും മാറ്റുവാൻ കഴിവില്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എപ്പോഴും ഓർത്തുകൊള്ളണം, the vessel represents our body. Our body is the temple of God, and the most precious and the valuable, hallelujah, we cannot even imagine how much value is for the Holy Spirit. Praise the Lord. Holy Spirit ആകുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്യന്ത ശക്തി ഈ മൺകൂടാരമാകുന്ന ശരീരത്തിനകത്തേക്ക്, ഹല്ലേലൂയ, നിറയ്ക്കുവാനാണ് ദൈവം നമ്മുടെ ഈ ശരീരത്തെ, ഹല്ലേലൂയ, നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശരീരത്തെ, ഹല്ലേലൂയ, ഓണറബിൾ ആക്കാം, ഡിസോണറബിൾ ആക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയെ, ഹല്ലേലൂയ, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും, അത്, ഹല്ലേലൂയ, പിശാചിനെ അടിമപ്പെടുത്തുവാനും കഴിയും. Praise the Lord. Dear young children, hallelujah, listen to me. Praise God. Hallelujah. Always remember your body is a temple of God. Hallelujah. Hallelujah. Always remember you have one of the most important, hallelujah, valuable, hallelujah, thing inside of your body. That is the Holy Spirit. Praise the Lord. Hallelujah. You need to honor God with your, hallelujah, body. Hallelujah. Your tongue and your nose, your eyes, your ears, your hands and your leg, everything, hallelujah, hallelujah. Make sure you need to be honor God, hallelujah. You need to worship God. You need to, hallelujah, praise His holy name. You need to be available at the presence of God, hallelujah. You need to preach and teach the word of God, hallelujah. ദൈവത്തെ ഓണർ ചെയ്യുവാൻ നിന്റെ ശരീരത്തെ നീ മാറ്റിവെക്ക, hallelujah. നിന്റെ ചിന്തയെ നീ മാറ്റിവെക്ക, hallelujah. നിന്റെ ഇടപാടുകളെ നീ മാറ്റിവെക്ക. Praise the Lord. If you can, hallelujah, honor God, hallelujah, with your body, praise the Lord, hallelujah. ദൈവത്തെ മാനിക്കുന്ന ഒരു ശരീരമായി നമ്മുടെ ശരീരം മാറട്ടെ, നമ്മുടെ ചിന്ത മാറട്ടെ, നമ്മുടെ പ്രവർത്തികൾ മാറട്ടെ, നമ്മുടെ സംസാരങ്ങൾ മാറട്ടെ, നമ്മുടെ ഇടപാടുകൾ മാറട്ടെ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. Praise the Lord. Hallelujah. If you honor God, God definitely going to honor you. Praise the Lord. Hallelujah.
നിലയിൽ വേണമെങ്കിലും ദൈവത്തെ നമുക്ക് മാനിക്കുവാൻ കഴിയും. Praise the Lord. Let me, hallelujah, give you another point. Hallelujah, God give my heart. Hallelujah. പലതരത്തിലുള്ള വെസലുകൾ നമുക്ക് ബൈബിളിൽ പഠിക്കുവാൻ കഴിയും. Praise the Lord. There are many type of vessels. Hallelujah. In John the Gospel chapter 2, you can see that, hallelujah, our Lord Jesus Christ walk into a wedding house. Hallelujah. Wedding നടന്ന സമയത്ത്, hallelujah, you can see that there are many vessels. Hallelujah. They were using that vessels for, hallelujah, washing hand and washing legs. That is what the Jewish custom is. Hallelujah. എന്നാൽ hallelujah, വെള്ളം, hallelujah, കോരി, hallelujah, കാലും കൈ കഴുകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ കൽപാത്രങ്ങളിൽ തന്നെ, hallelujah, ദൈവത്തിന് ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. Let me tell you, hallelujah, the spiritual point, hallelujah, dishonorable ആണെന്ന് നിനക്ക് തോന്നുന്ന, hallelujah, ആരും ഗവനിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്ന നിന്റെ കുടുംബം, നിന്റെ തലമുറ, നിന്റെ സഭ, hallelujah, ആരും നിന്നെ മാനിക്കുന്നില്ല, ആരും നിന്നെ ഗവനിക്കുന്നില്ല, ആരും നിന്നെ ഓണർ ചെയ്യുന്നില്ല, hallelujah, നിനക്ക്, hallelujah, മറ്റ് ബഹുമാനങ്ങളോ ഒന്നുമില്ല, hallelujah, നീ വെറും കൽപാത്രം വെളിമ്പറമ്പിൽ കിടക്കുന്നത്, hallelujah, വല്ലവരും, hallelujah, കാലും കൈ കഴുകി അതിനകത്തെ ചെളി, hallelujah, ചിലപ്പോൾ നിന്റെ മേൽ വീണെന്നിരിക്കും. അതുപോലുള്ള ഡിസോണറബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഗുരുവും നാഥനുമാകുന്ന കർത്താവ് കടന്നു വന്ന്, hallelujah, ഡിസോണറബിൾ ആയിട്ടുള്ള ആ വെസൽസിനെ ഓണറബിൾ ആയിട്ടുള്ള, hallelujah, ഒരു അലബാസ്റ്റർ ബാസ്ക്കറ്റിൽ, hallelujah, കർത്താവിനെ മാനിച്ച ഒരു പാത്രം പോലെ ആക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. Praise the Lord. Praise the Lord. Hallelujah. അതാണ് real change. Praise the Lord. If you come to the Lord really, if you honestly, hallelujah, come to the Lord, hallelujah, if you are, hallelujah, worshiping God from the bottom of the heart, if you are available to the Lord, hallelujah, God is going to raise you up from that, hallelujah, position where you are outside of the tent, outside of the house, outside of the church, hallelujah, എവിടെയായിരുന്നു അവിടുന്ന് സ്വർഗത്തിലെ ദൈവം ചിലപ്പോൾ, hallelujah, നിനക്ക് കാണാൻ പറ്റത്തില്ല, നിന്റെ കണ്ണു കൊണ്ട് കാണാൻ പറ്റത്തില്ല, ചിലപ്പോൾ നിന്റെ നാട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും ഹല്ലേലൂയ വാല്യുബിൾ ആയിട്ടുള്ള, ഇത്രയും രുചികരമായിട്ടുള്ള, ഹല്ലേലൂയ, ഈ വീഞ്ഞ് എവിടെ ഇരുന്നു എന്ന് ചോദിക്കത്തക്ക നിലയിൽ God Almighty is going to honor you. Praise the Lord. Hallelujah. Hallelujah. സമയം പോയല്ലോ. സ്തോത്രം. The next vessel, hallelujah, God show me, സ്തോത്രം, hallelujah, ഇവിടെ കാണുവാൻ കഴിയും. സ്തോത്രം, hallelujah, നമ്മൾ പഠിക്കുന്നത്, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ഒരു വെസൽ കൂടെ പറയാം. സ്തോത്രം, കർത്താവായ യേശുക്രിസ്തു ജനിച്ച്, ഹല്ലേലൂയ, വിദ്വാൻമാർ കടന്നു വന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കൊണ്ടുവന്നതായ വെസൽസ്, പ്രൈസ് ദി ലോർഡ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള വെസൽസ് ആണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം, ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കുന്ന വിദ്വാൻമാരെ കുറിച്ച് ഓർത്തു നോക്കി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? അവർക്ക്, ഹല്ലേലൂയ, പണമില്ലാഞ്ഞിട്ടാണോ? അവർക്ക്, ഹല്ലേലൂയ, മറ്റ് ജോലി കാര്യങ്ങളില്ലാഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. They were honoring our Lord Jesus. They were coming and kneeling down at his presence. Hallelujah. ദൈവമക്കളെ, അതാണ് honorable vessel. Praise the Lord. Hallelujah. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പലരെ ഓണർ ചെയ്യാൻ പറ്റും, പലരെ പ്ലീസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക്, സ്തോത്രം, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ക്യാരക്ടർ കൊണ്ട് നമുക്ക് ഡിസോണറബിൾ ആകാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ, ഹല്ലേലൂയ, നന്മയും നഷ്ടപ്പെടുവാനിടയാകും. സ്തോത്രം. നമ്മുടെ ചീത്തത്തരം, പൊട്ടച്ചല്ല്, കളിവാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഹല്ലേലൂയ, നമ്മുടെ ഈ ദൈവമായിട്ട് നമ്മളെ ഷേപ്പ് ചെയ്ത് യൂസ്ഫുൾ ആക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടേഴ്സിൻ്റെ ഹാൻഡിലിരിക്കുന്ന, ഹല്ലേലൂയ, ആ വെസലിനകത്ത് ഇതൊന്നും വരാതെ ആത്മീയ ഗീതങ്ങൾ, ആരാധന, ദൈവിക ഹള്ളപ്പാടുകൾ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുന്നതായ സാക്ഷികൾ നമ്മുടെ, ഹല്ലേലൂയ, ഈ മൺകൂടാരമായ ശരീരത്തിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. How we are using the vessel.
how we are using our body, our mind, how we are using, is it honorable or dishonorable? God always wanted to shape you. God always wanted to give you the bigger and the better and the valuable and the honorable. But are you available in the hand of the Lord? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഹല്ലേലൂയ കളിമണ്ണായിട്ട് കുഴച്ച മണ്ണായിട്ട് ഇരുന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? ജീസസ് ഈ ദാലജാറ് കിടന്നിരപക്ഷൂല ജാറ് കിടന്നിര സൂതകാസപ്തനാരപക്ഷൂല ജാറ് കിടന്നിരാദരക്ഷര സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച സഭായോഗത്തിൽ കടന്നു വന്ന ജനത്തോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചല്ലോ. ഇന്ന് വൽക്കാലം കൽപ്പിച്ച ആലോചന ഭാഗം ഞങ്ങളെ സമർപ്പിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിലും അങ്ങയുടെ കരങ്ങളിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ ചീത്തയായി പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ്. ഞങ്ങളെ വാർത്തെടുത്ത് വെളിമ്പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞ് ഒരു ഡിസോണറബിൾ വെസലായിട്ട് മാറ്റാതെ പിന്നെയും പിന്നെയും അങ്ങയുടെ മഹാദയാൽ മഹാകരുണയാൽ പുതിയ പുതിയ പാത്രങ്ങളാക്കി, പുതിയ പുതിയ ഷേപ്പുകളാക്കി, പുതിയ പുതിയ കർത്താവെ ഹല്ലേലൂയ നന്മകൾ ഞങ്ങളുടെ ഉള്ളിൽ തന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിച്ച് ഞങ്ങൾ സങ്കീർത്തനത്തിൽ കൂടെ കേട്ടതുപോലെ എവറി ഡിസയർ ഓഫ് ദ ഹാർട്ട് ഹല്ലേലൂയ യു ആർ ഫുൾഫില്ലിംഗ് ഇൻ അവർ ലൈഫ് ഇൻ എ ഡെയിലി ബേസിസ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു, ഓണറബിളാക്കി തീർത്തു. കർത്താവ് ഞങ്ങളെ മാനിച്ചു, അനുഗ്രഹിച്ചു. തുടർന്നും കർത്താവിൻ്റെ പൊന്നുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല ഷേപ്പുകൾ, നല്ല നല്ല യൂസ്ഫുൾനെസ്, നല്ല നല്ല ക്യാരക്ടർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നൽകി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വകരമായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൂടെ ആരാധിച്ച പലരും വെളിയിലുണ്ട്. അവർക്ക് യഥാർത്ഥ മാനസാന്തരം നൽകി, ആത്മനിർഭ നൽകി, ദൈവകൃപ നൽകി മടങ്ങി വരേണ്ടവരെ മടങ്ങി വരുവാൻ സ്വർഗമിടയാക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പ്രിയ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമുദ്രമരാൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും വരുവാനവും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് വൽക്കാലം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.